മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? നമ്മൾ പുതിയൊരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകുന്നു. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു ചിഹ്നം, ഈ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അക്ഷരങ്ങളെ കൂട്ടക്ഷരങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ? ഇനി ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ 36 വ്യഞ്ജനാക്ഷരങ്ങൾ റായിൽ തുടങ്ങി രാ, താ, നാ, പാ, വാ, മാ, ലാ, സാ, അങ്ങനെ കുറേ അക്ഷരങ്ങൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിനെല്ലാം നമ്മൾ വർഗീകരിച്ചു അല്ലേ? കവർഗം, ചവർഗം എന്നൊക്കെ പറഞ്ഞ് വർഗീകരിച്ചു. ഈ എല്ലാ അക്ഷരങ്ങളും പറഞ്ഞു വരുമ്പോൾ എന്തിലാണ് നിൽക്കുന്നത്? ആ എന്നുള്ള ശബ്ദത്തിലാണ് അല്ലേ? അത് ആണ് എല്ലാ അക്ഷരങ്ങളുടെയും ബേസ്, വ്യഞ്ജനാക്ഷരങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ എന്നാണ്. സ്വതന്ത്രമായി ശബ്ദിക്കാൻ കഴിവുള്ള, സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന ഒരക്ഷരമാണ് ആ. അതാണ് സ്വരാക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരം. ഭാഷാശാസ്ത്രജ്ഞന്മാർ ആ എന്നുള്ള അക്ഷരത്തിന് വർണ്ണം എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും നമ്മൾ ഉപ്പിടണ്ടേ അല്ലേ? പഴം പുഴുങ്ങിയതൊക്കെ വേറെ, ഏത് ഡിഷ് നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ ഉപ്പും വെള്ളവും ഇല്ലാത്ത ഒന്നുമില്ല അല്ലേ? എന്തുണ്ടാക്കിക്കോട്ടെ, നമ്മുടെ ഭക്ഷണം എന്തുണ്ടാക്കിക്കോട്ടെ, ഉപ്പും വെള്ളവും ഇല്ലാത്ത ഒന്നുമില്ല. അതുപോലത്തെ രണ്ട് കാര്യങ്ങളാണ് ചന്ദ്രക്കല എന്നുള്ള ചിഹ്നവും ആ എന്നുള്ള അക്ഷരവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ക ഒറ്റൊരക്ഷരമാണ്, പക്ഷേ അതിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ഇത് തന്നെ ക. പക്ഷേ ആ ക എന്ന് പറയുമ്പോൾ ആ വാലയിൽ കായുടെ വാലയിൽ എന്ത് വന്നു? ആ വന്നില്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ആ എന്നുള്ള ശബ്ദം അവിടെ ഉണ്ട്. അപ്പം ഈ ക എന്നുള്ളതിന് ക ആ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയല്ല. ക, ക, ആ, ഇതാണ് ക. മനസ്സിലായില്ലേ? 3 ഭാഗങ്ങൾ കണ്ടില്ലേ? ക, ക, ആ. ഇത് വർണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ലെവലിൽ ഉപ്പ് എന്നൊക്കെ പറയാം അല്ലേ? ഉപ്പ്, വെള്ളം എന്നൊക്കെ പറയാം നമുക്ക്. ക, ക, ആ. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ഇതുപോലെയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് പായെ ഒന്ന് വേർതിരിക്കാം. പ. അപ്പം എന്തുണ്ട്? ആ ഉണ്ട്. ഇനി ഇവിടെ എന്തായിരിക്കാം? പ, പ, ആ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൂട്ടക്ഷരം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെ 3 സംഗതികളുടെ ചേർന്ന രൂപമാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമാണ്, അതിന് ശബ്ദമുണ്ട്. ബാക്കി എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ആയോടുകൂടിയാണ് ചേരുന്നത്. ഇത് പറയാൻ കാരണം, നമ്മൾ ആ പഠിക്കുമ്പോൾ ആയുടെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആ, ഇ, ഈ, ഉ എന്നുള്ള 13 ചിഹ്നങ്ങളുള്ള അക്ഷരങ്ങളും 2 ആ എന്നുള്ളത് ആനുപാതിക ശബ്ദം കൊടുക്കുന്നതാണ്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇവിടെ നമ്മൾ ഇനി ഈ അടുത്ത വാക്കുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ മുതൽ ആ ചേർത്ത് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ, നേരത്തെ നമ്മൾ വാക്കുകൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ അല്ലേ? റവ, തറ, പറ, കൂട്ടക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിച്ചില്ല. ഇനി അടുത്ത മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൂട്ടക്ഷരങ്ങൾ ചേർത്ത് വേണം നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതി ഇത് ആണെന്നുള്ളത് മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഓരോ കൂട്ടക്ഷരങ്ങളും എങ്ങനെയാണ് വരുന്നതെന്ന് വിശദമായിട്ട് ടീച്ചർ ഇപ്പോൾ പറയും. ഏതാണ്ട് 150-ലധികം കൂട്ടക്ഷരങ്ങളുണ്ട് നമുക്ക് കേട്ടോ. അപ്പം അത് വ്യക്തമാക്കാനും കൂടി ഈ ക്ലാസ് ഉപയോഗിക്കണം. അതിനുശേഷം നമുക്ക് സ്വരാക്ഷരങ്ങൾ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. ആദ്യം മുതൽ നമ്മൾ റ, ര, ത അക്ഷരങ്ങൾ തുടങ്ങി 2 വരയിൽ വ്യക്തമായി 36 വ്യഞ്ജന അക്ഷരങ്ങളും 5 ചില്ലക്ഷരങ്ങളും പഠിച്ചു. ആ അക്ഷരങ്ങളെ, ചില്ലക്ഷരങ്ങൾ ഒഴികെ മറ്റുള്ള
36 അക്ഷരത്തിൽ നിന്ന് 25 എണ്ണത്തിനെ നമ്മൾ തിരശ്ചീനമായും ലംബമായും തരംതിരിച്ചു. നാവിൻ്റെ ചലനം, പല്ല്, ചുണ്ട്, താലു, കുറുനാക്ക് എന്നിവയുടെ സ്ഥാനം, ശ്വാസനിയന്ത്രണം, കണ്ടത്തിൻ്റെ നിയന്ത്രണം, ഇതെല്ലാം വെച്ച് നമ്മൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം എന്നും ഖരങ്ങൾ, അധിഖരങ്ങൾ, മൃദുക്കൾ, ഘോഷങ്ങൾ, അനുനാസികങ്ങൾ എന്നും തരംതിരിച്ചു. നമ്മുടെ 20ാമത്തെ വീഡിയോ അതല്ലെങ്കിൽ 17ാമത്തെ ക്ലാസ് വീഡിയോയിൽ ചന്ദ്രക്കലയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഭാഗത്ത് കൂട്ടക്ഷരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഖരങ്ങൾ അധിഖരങ്ങളാകുന്നത് എങ്ങനെ, മൃദുക്കൾ ഘോഷങ്ങളാകുന്നത് എങ്ങനെ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖരങ്ങൾ ഹായുമായി ചേർന്ന് അധിഖരങ്ങളും മൃദുക്കൾ ഹായുമായി ചേർന്ന് ഘോഷങ്ങളും ഉണ്ടാകുന്നു. ഈ അധിഖരങ്ങളും ഘോഷങ്ങളും കൂട്ടക്ഷരങ്ങളല്ല, അതിനെ ഊന്നലുള്ള അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഒരേപോലുള്ള 2 ഖരങ്ങൾ ചേരുമ്പോൾ, അതായത് ക, ച, ട, ത, പ എന്ന ഖരങ്ങൾ അതിനോടുകൂടി തന്നെ ചേരുമ്പോൾ എങ്ങനെയാണ് കൂട്ടക്ഷരം ഉണ്ടാകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടർന്ന് വരുന്ന ഭാഗത്തും മനസ്സിൽ കണ്ടുകൊള്ളണം കേട്ടോ. നോക്കിയേ, ക എടുക്കുക. 2 ക ചേർന്നു. ഒന്നാമത്തെ ഭാഗത്ത് ക, ക എന്ന് മാത്രം എഴുതി. ഒരു സ്പേസ് ഇട്ടിട്ടാണ് ടീച്ചർ ക, ക, ആ എന്നെഴുതിയത്. എന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ക, ക എന്നെഴുതി ഒരു പൂർണ്ണമായ വ്യഞ്ജനം ക ചേർത്തെഴുതി. അടുത്ത 3ാമത്തെ സ്റ്റെപ്പിൽ ക എഴുതി. ഇങ്ങനെയാണ് അക്ഷരങ്ങളെ ചേർക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നാലേ ആ പൂർണ്ണത വരുള്ളൂ. ക, 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 ക. അതുപോലെ തന്നെ ച, 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 ട, 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 ത, 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 പ, 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 പ. അങ്ങനെയാണ് ക, ച, ട, ത, പ. ഇവിടെ 2 മൃദുക്കൾ ചേർന്നപ്പോൾ നോക്കിയ ടീച്ചർ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതിയോ? ഇല്ല. നിങ്ങൾ എന്ത് മനസ്സിൽ കാണണം? ഇവിടെ 1ാമത്തെ സ്റ്റെപ്പിൽ ഉള്ള ആയും കൂടി ചേർന്നിട്ടുള്ള ഗായാണ് നേരിട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ ജ, ഡ, ദ, ബ ചേർത്ത് ഗ, ജ, ഡ, ദ, ബ. ഇവിടെ 2 അനുനാസികങ്ങളാണ് ചേർന്നിരിക്കുന്നത്. ങ, 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 ഞ, 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 ണ, 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 ന, 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 മ, മ, മ. അതിൻ്റെ വാക്കുകളിൽ മാങ്ങ, മഞ്ഞ, കണ്ണ്, നന്ന്, കമ്മൽ. അതിൽ മാങ്ങ എന്നുള്ളതിൻ്റെ ചിഹ്നം നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ, പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരേ അക്ഷരങ്ങൾ. ആദ്യം ഖരം, അനുനാസികം, തായും നായും ചേർന്നു. 2ാമത്തെ ഭാഗത്ത് അനുനാസികവും ഖരവുമായി മാറി നായും തായും ചേർന്നു അല്ലേ? ആദ്യത്തേൽ ന, രത്നം, രത്നമ്മ, പത്നി എന്നൊക്കെയുള്ള വാക്ക് കിട്ടും. 2ാമത്തേൽ ന്ത, ചന്ത, കുന്തം എന്നൊക്കെയുള്ള വാക്ക് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ അനുനാസികവും മൃദുവുമാണ് ചേരുന്നത്. ഞാജ അല്ലേ? ജ, അഞ്ചൽ. അടുത്ത ഭാഗത്തോ മൃദു ആദ്യം വന്നു. ജാഞ്ഞ, ഞ, പ്രതിജ്ഞ എന്നുള്ള ഭാഗം. അപ്പോൾ അക്ഷരങ്ങൾ മാറിയും മറിഞ്ഞും അല്ലെങ്കിൽ സ്ഥാനം മാറിയും കൂട്ടക്ഷരങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. ഇനി അടുത്തതായിട്ട് അനുനാസികങ്ങൾ ഖരങ്ങളുമായി ചേരുന്നു. അനുനാസികം ആദ്യം വരുന്ന ഖരങ്ങൾ 2ാമത് വരുമ്പോൾ 5 അനുനാസികങ്ങളും സ്വന്തം ഖരങ്ങളോട് ചേർന്ന് കൂട്ടക്ഷരം ഉണ്ടാക്കുന്നുണ്ട്. ങ, ക, ങ്ക, ഞ, ച, ഞ്ച, ണ, ട, ണ്ട, ന, ത, ന്ത, മ, പ, മ്പ. മങ്ക, മഞ്ചൽ, മണ്ടൻ, ചന്ത, പമ്പ. പക്ഷേ ഇത് തിരിച്ചു വന്നാൽ ഒരേ ഒരു അനുനാസികത്തിനും ഖരത്തിനും മാത്രമേ ചേരാൻ പറ്റുള്ളൂ. എന്ത്? ഖരം ആദ്യം, ഖരം മുൻപിൽ വന്നാൽ ത എന്നുള്ള ഖരവും ന എന്നുള്ള അനുനാസികം മാത്രമേ കൂടിച്ചേരുന്നുള്ളൂ. ന എന്നുള്ളൊരു അക്ഷരവും ഉണ്ടാകുന്നു. രത്നം, പത്നി എന്നൊക്കെയുള്ള വാക്കുണ്ടാക്കാം കേട്ടോ. മറ്റൊരു അനുനാസികത്തിനും ഖരവുമായിട്ട് ചേരാൻ പറ്റില്ല. ക, ങ പറ്റില്ല, ച, ഞ പറ്റില്ല, ടാണ പറ്റില്ല, പാമ ഇല്ല, കൂട്ടക്ഷരമില്ല. ആകെ ഒരേ ഒരു
ഖരവും അതിനോട് ചേർന്ന് അനുനാസികവുമാണ് ചേർന്ന് കൂട്ടക്ഷരം ഉണ്ടാക്കുന്നത്. ഇനി നോക്കിയേ, രണ്ട് വ്യത്യസ്ത ഖരങ്ങൾ നോക്കിയേ, കായും തായും ചേർന്നു ത, രക്തം, ഭക്തൻ, ഭക്തർ. കായും ടായും വന്നപ്പോൾ വിക്ടർ, ഡോക്ടർ, മാറ്റ എന്നുള്ളത് അല്ലേ. അവിടെ ഭക്തൻ എന്നുള്ളതിന് കായും തായും ചേർത്ത് എഴുതി, പക്ഷെ വിക്ടർ എന്നുള്ളതിന് ചേർത്ത് എഴുതിയില്ലെങ്കിലും ശബ്ദം കൂട്ടക്ഷരത്തിൻ്റെയാണ്. മനസ്സിലായില്ലേ? ഡോക്ടർ, ഡോക്കട്ടർ എന്ന് നമ്മൾ പറയില്ല കേട്ടോ. ഇനി നോക്കിയേ, യ, വ, റ. ഇത് നമ്മൾ പ്രത്യേകം 17ാമത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. യാ ചേരുമ്പോൾ എന്താണ് ചിഹ്നം, ആ യായുടെ ഏത് ഭാഗമാണ് ചിഹ്നമായിട്ട് മാറുന്നത്. അതുപോലെ വാ വരുമ്പോൾ ഇതിന് രണ്ടിനും ഇതിൻ്റെ വലതുഭാഗത്തെ ഭാഗങ്ങൾ അക്ഷരത്തിന് ചിഹ്നമായിട്ട് മാറും എന്നുള്ളതാണ്. റായാണെങ്കിലോ ഇടതുഭാഗത്ത് റായുടെ പകുതി ഭാഗം ചേർത്ത് റാ ചിഹ്നമായിട്ട് ഉപയോഗിക്കുക. അത് നമ്മൾ വ്യക്തമായിട്ട് 17ാമത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വായും യായും ചേർന്ന് വ്യ, പ്യ, ഗ്യ. മറ്റേ വായാണെങ്കിലോ തായും വായും ചേർന്ന് ത്വ, സായും വായും ചേർന്ന് സ്വ, ത്വക്ക്, സ്വത്ത് എന്നുള്ളതെല്ലാം. ഇനി റാ ചിഹ്നമാണെങ്കിലോ ഇടതുഭാഗത്തായിരിക്കണം കേട്ടോ. കായും റായും ചേർന്നാൽ ക്ര, ക്രമം. മായും റായും ചേർന്നാൽ മ്ര, സാമ്രാട്ട്. നമ്മൾ ആ ചിഹ്നം പഠിച്ചില്ലെങ്കിൽ പഠിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? രണ്ട് വീതം യാ ചേരുന്നു, ലാ ചേരുന്നു, ളാ ചേരുന്നു. നോക്കിയേ, രണ്ട് യാ ഒന്നിച്ച് വരുമ്പോൾ ഉള്ളത് ഒരു ചിഹ്നമായിട്ട് അല്ലേ. നമ്മൾ ച, ബ എന്നൊക്കെ ഉള്ളതിൻ്റെ ചിഹ്നം പോലെ തന്നെ രണ്ട് യാ ചേരുമ്പോൾ വരുന്നു. ഇനി രണ്ട് ലായാണെങ്കിലോ മറ്റൊരു ചിഹ്നമായിട്ട് മാറുന്നു അല്ലേ. ഇനി രണ്ട് ളായാണെങ്കിലോ ചിഹ്നമില്ല, രണ്ടക്ഷരങ്ങൾ ചേർന്ന് വരുന്നു അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ലാ ചിഹ്നം നമ്മൾ രണ്ട് ലാ പഠിച്ചപ്പോൾ ചേർത്ത ആ ല എന്നുള്ള ചിഹ്നമാണ് ഏതക്ഷരവും ളായുമായി ചേരുമ്പോൾ കിട്ടുന്ന ചിഹ്നം. അതുകൊണ്ട് ഈ ചിഹ്നത്തിൻ്റെ പേര് ളാ ചിഹ്നം എന്നാണ്. ക്ലാസ്, ഗ്ലാസ് കൂട്ടക്ഷരമായ ചിഹ്നം. അപ്പം നമ്മൾ ഏതാണ്ടൊരു അവയർനെസ് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയെല്ലാം ഉച്ചരിക്കണം, ആയുടെ പ്രാധാന്യം, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ചെറിയൊരു അവബോധം നടത്താനുള്ള ക്ലാസ് ആയിരുന്നു ഇത്. ശരിക്കും അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ സ്വരാക്ഷരങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതലും കൂട്ടക്ഷരങ്ങൾ എഴുതാനും അത് ചേർന്നുള്ള വാക്കുകൾ എഴുതാനും നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.